കഴിഞ്ഞ 5 വർഷ കാലയളവിൽ യൂസർ കാർ വിപണിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ട്രൂ ചോയ്സ് എന്നുള്ള പേര്. ട്രൂ ചോയ്സിൻ്റെ പേര് ബ്രാൻഡിങ്ങോടനുബന്ധിച്ച് ചെറിയൊരു ചേഞ്ച് വരാൻ പോകും. ട്രൂ ചോയ്സ് പവേർഡ് ബൈ എന്നുള്ളൊരു പുതിയൊരു പേര് കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വാഹനങ്ങളുണ്ടോ? വാഹനങ്ങൾ സീറോ ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങൾ കയറുന്നു പോകുന്നു. കാരണം പലർക്കും ഡൗൺ പേയ്മെൻറ്റ് അടക്കം പൈസ ഇല്ല, EMI അടക്കം കറക്റ്റ് സാലറി കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് അടക്കം പലയിടത്തും ക്യാഷ് കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. അത്യാവശ്യം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബുക്കിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ട്രൂ ചോയ്സിൽ ഫസ്റ്റ് ഒരു വാഹനം തന്നെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു 2019 മോഡലിൽ നിന്ന് ബലേനോ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. ട്രൂ ചോയ്സിൻ്റെ മറ്റൊരുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ളൊരു വിജനമായ കുന്നും പ്രദേശം നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വാഹനം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കാം. 2019 മോഡൽ വരുന്നത് ബലേനോ സിംഗിൾ ഓണർഷിപ്പിൽ സീറ്റ വേരിയൻ്റ് വരുന്ന വാഹനം. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. തൊട്ട് മുകളിൽ അൽഫ എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. പക്ഷേ ഈ സീറ്റൊക്കെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ചെറിയ നെഗറ്റീവ് ഉണ്ട്, ബോണറ്റ് അതേപോലെ തന്നെ ക്രോസ് ബമ്പർ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണോ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് എവിടുന്ന് വാഹനം കിട്ടില്ല. നിങ്ങൾ പുറത്തുനിന്ന് എവിടുന്ന് സീറോ ഡൗൺ പേയ്മെൻറ്റ് വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, എന്താണ് ആ വാഹനത്തിന് നെഗറ്റീവ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഈ വാഹനത്തിനകത്ത് മേജറായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ബോണറ്റും അതേപോലെ തന്നെ ക്രോസ് ബമ്പറും റീപ്ലേസ് ഉണ്ടെന്ന് മാത്രമേ ചെറിയ നെഗറ്റീവ് ഉള്ളൂ. ഉള്ളിലേക്ക് പരിക്കോ അല്ലെങ്കിൽ ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്യാത്ത അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം. ലോ കിലോമീറ്റർ 40,000 എന്ന് പറഞ്ഞാൽ 2019 അപേക്ഷിച്ച് ലോ കിലോമീറ്റർ വാഹനമാണ്. 20 ഈ ഒരു ഷേപ്പ് ബമ്പറിലെ ഷേപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഷേപ്പിൽ വരുന്നൊരു വാഹനം കൂടിയാണ്. 27 തിരുവല്ല രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. K-Series എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എല്ലാം കിട്ടും. ഒരു 18-19 റേഞ്ചിലെ മൈലേജും കിട്ടും. 1.2 ലിറ്ററിൽ വരുന്ന വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അതും കിട്ടും. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് ആയിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളിലൊന്നും നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ജസ്റ്റ് എഞ്ചിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പുറം ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ പൊട്ടോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ഒരു ഫ്രണ്ടറിൻ്റെ പേസ്റ്റിംഗ് പോലും പഞ്ചിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരറ്റം വരെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്രോസ് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പഞ്ചിങ്ങോ കാര്യങ്ങൾ അല്ലെങ്കിൽ പേസ്റ്റിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡും പേസ്റ്റിങ് പഞ്ചിങ് അപ്പുറം കാര്യങ്ങൾക്കെല്ലാം പക്കയാണ്. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് ഇല്ല, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ടും ക്രോസ് ബമ്പറും റീപ്ലേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു നെഗറ്റീവുള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 5,65,000 രൂപ നെറ്റ് പ്രൈസിന്. സാധാരണ ഇതിൽ 2019 മോഡൽ സീറ്റ വാഹനം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്തിരുന്നത് 7,00,000, 7,10,000, 7,15,000 സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യത്യാസം, ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഈ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഈ വാഹനം സ്വന്തമാക്കാം. 5,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. മെയിൻലി ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഒറിജിനൽ ഗ്ലാസ്സാണ്. കമ്പനി ഇറങ്ങുമ്പോൾ വരുന്ന സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒറിജിനൽ ഗ്ലാസ്സാണ്. ഈ ഒരു വർക്ക് കാര്യങ്ങളെല്ലാം ഹിസ്റ്ററിയില്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ 275969 നമ്പർ മാരുതിയിൽ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം വാഹനം എടുക്കുക. 5,65,000 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ 7 സീറ്റ് വാഹനമാണ്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ എർട്ടിഗ വാഹനം അവൈലബിൾ ആണെന്നുള്ളത്. ഇത് 2013 മോഡൽ ZDI വേരിയൻ്റ് എന്ന വാഹനം KL12 നമ്മുടെ സ്വന്തം വയനാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ള വാഹനം കൂടിയാണിത്. ZDI എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. 3 വേരിയൻസ് ആയിട്ടാണ് വാഹനങ്ങൾ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. LDI, VDI, ZDI. ZDI എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, ABS, എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 1.3 ലിറ്ററിൽ വരുന്ന എഞ്ചിൻ വരുന്ന DDS എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ZDI അതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ, അത്യാവശ്യം ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. ബോഡി കാര്യങ്ങളിൽ ചെറിയ 1-2 റീപ്ലേസ് ഉണ്ട്. ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 ചെറിയ റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ടെയിൽ ലാമ്പിനകത്ത് ഇവിടെ ഈ ഒരു ടെയിൽ ലാമ്പിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അങ്ങനെ ചെറിയ മൈന്യൂട്ട് കേസുകൾ മാത്രമാണ് വാഹനത്തിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ബോഡിയിനകത്തൊക്കെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. അലോയ്ക്കകത്തൊരു ഗ്രീൻ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊണ്ടത് പിന്നെ ആ ടയർ കറങ്ങുന്ന സമയത്ത് ഒന്നുകൂടി അത് അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കമ്പനി വാഹനം ഇറങ്ങിയ സമയത്ത് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫെയ്ഡിങ് ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം.
പിന്നെ റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 7 സീറ്റ് ആയതുകൊണ്ട് തന്നെ സെൻട്രലൈസിങ് വരുന്നുണ്ട്. അങ്ങനെ 7 സീറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം മൈലേജ്, അതേപോലെ അത്യാവശ്യം പെർഫോമൻസ്, അത്യാവശ്യം മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു വാഹനമാണ് ഈ എർട്ടിക എന്നുള്ള വാഹനം. അതുകൊണ്ട് തന്നെ ഇന്നും പ്രേക്ഷകർ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാരുതി സുസുക്കി എർട്ടിക ഉണ്ടോ എന്നുള്ളത്. 7 സീറ്റിൽ ഈ എർട്ടിക കഴിഞ്ഞിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളൊരു വാഹനം തന്നെയാണ് എർട്ടിക എന്ന് പറഞ്ഞാൽ. എഞ്ചിൻ സൈഡ് ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ടൈം ചെയിൻ ഓൾറെഡി റീപ്ലേസ്ഡ് ആണ്, പുതിയ ടൈമിംഗ് ചെയിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പുറമാണ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ABS എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഒരു ZD എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വീഡിയോക്കകത്തും ABS കമ്പനി ഈ എർട്ടിക എന്നുള്ള വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിലൊന്നും വീഡിയോക്കകത്ത് ABS കാണാറില്ലായിരുന്നു, പക്ഷേ എർട്ടിക്കകത്ത് കാണാൻ പറ്റും. പിന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങളെല്ലാം, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന വാഹനമാണ് 2013 മോഡൽ ZDI എർട്ടിക വാഹനം. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 15 to 16 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പലരും അഭിപ്രായപ്രകാരം 18-19 മൈലേജ് കിട്ടും. ഒരിക്കലും കിട്ടില്ല. ഒരു 15-16, മാക്സിമം 15 ഒരു ആവറേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിന് മുകൾക്ക് മൈലേജ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം എഞ്ചിനിൽ വരുന്ന വാഹനമാണ് സ്വിഫ്റ്റ് റിഡ്സ്. അതൊക്കെ ആണെങ്കിൽ 16-17 റേഞ്ച്, 2 കിലോമീറ്ററും കൂടുതൽ കിട്ടും. എർട്ടിക ഒരു 15 റേഞ്ചിൽ നിങ്ങൾ ആവറേജ് ഡീസലിൽ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറഞ്ഞൊരു 13 കുറയും. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് നെറ്റ് പ്രൈസോടുകൂടി 4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 350 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു 7 സീറ്റ് വാഹനം. 2013 ആയതുകൊണ്ട് 3 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 10 രൂപ to 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോക്സ് വാഗൻ്റെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. ഫോക്സ് വാഗൻ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പ്രേക്ഷകരുള്ള ആരാധകരുള്ളൊരു വാഹനം. പോളോ 2014 മോഡൽ ഹൈലൈൻ വേരിയൻ്റ് വാഹനം. പെട്രോൾ എഞ്ചിനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഹൈലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3 വേരിയൻസ് ആയിട്ടാണ് പോളോ നിരത്തുകൾ കാണാൻ പറ്റുക. ട്രെൻഡ്, പിന്നെ അതേപോലെ തന്നെ കംഫർട്ട് ലൈൻ, ഹൈലൈൻ, അങ്ങനെ 3 വേരിയൻസ് ആയിട്ടാണ് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഹൈലൈൻ എന്നുള്ള വേരിയൻറ്റിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% 4 ടയേഴ്സും വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്ക് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് കമ്പനി കവറാണ് ഇതിനകത്ത് ചെയ്തിട്ടില്ല. അത് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളർ ആയതുകൊണ്ട്, ബീച്ച് കളർ ആയതുകൊണ്ട് ചെറുതായിട്ട് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഒരു കവർ മസ്റ്റാണ് വാങ്ങിക്കുന്ന ആൾക്ക്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നത്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് ടിൽറ്റിംഗ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിനകത്ത് 7D മാറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന ഒരാൾക്കുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവർ മസ്റ്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ കാര്യപ്പെട്ട വർക്കൊന്നുമില്ല. കാരണം ഡാമേജ് കാര്യങ്ങളൊന്നും, ക്യൂഷന് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി കവർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളറിൽ ചെറിയൊരു ഫെയ്ഡിങ് വന്നുകൊണ്ടാണ് സീറ്റ് കവർ മസ്റ്റാണെന്ന് പറയാൻ കാര്യം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ അധികം മെയിൻ്റനൻസ് കാര്യങ്ങൾ കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മൈലേജ് ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജും കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾ മാറിയിട്ടില്ല. ഓയിൽ ലീക്ക് ഇല്ല. 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2014 മോഡൽ പോളോ ഹൈലൈൻ വേരിയൻ്റ് വരുന്ന ഈ വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,45,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 4,75 ഇവിടെ പ്രൈസ് കിടക്കുന്നത്. 4,45 നെറ്റ് പ്രൈസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2014 ആയതുകൊണ്ട് 4 വർഷത്തിന് ഏകദേശം 3,80,000 to 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 4 വർഷത്തേക്ക് EMI സൗകര്യം ഏകദേശം 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. അതും ലോ ബഡ്ജറ്റിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. അതും ലോ കിലോമീറ്റർ വാഹനം. പെട്രോൾ എഞ്ചിനിൽ നിന്ന് സ്വിഫ്റ്റ് 2010 മോഡൽ LXI വേരിയൻ്റ് വാഹനം. വെറും 49,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം നിലവിൽ റൺ ചെയ്തത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഫസ്റ്റ് ഓണർ എന്ന് ഞാൻ തന്നെ ഈ വാഹനം കൊണ്ടുവന്നായിരുന്നു 2 വർഷം മുമ്പ്. അന്ന് ഈ വാഹനം 25,000 കിലോമീറ്റർ ആയിരുന്നു. സെക്കൻഡ് ഓണർക്ക് ഞാൻ തന്നെയാണ് ഈ വാഹനം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിയാണ് ഒരു 25 കിലോമീറ്ററോളം ഓടിയിട്ട്, 20 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ട് ഇപ്പോൾ 49 കിലോമീറ്റർ നിലവിലായിട്ടുണ്ട്. KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. LXI ആയതുകൊണ്ട് തന്നെ ബേസ് മോഡലാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. LXI അതിൽ വരുന്നത് 2 ഡോർ പവർ വിൻഡോ എന്നുള്ളൊരു ഫീച്ചർ, അതേപോലെ തന്നെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക് റോയിൽ പവർ വിൻഡോ ഇതിനകത്ത് വരില്ല. VXI ആണെങ്കിൽ ബാക്ക് റോ പവർ വിൻഡോ വരുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്പോയിലർ ഇതിനകത്ത് അഡീഷണലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട നല്ല വൃത്തിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടൈൽ ലാമ്പും കാര്യങ്ങളെല്ലാം നല്ല ഒരു വൃത്തിയിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത്.
ബോഡി കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടുമില്ല. 1200 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി കവറാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 2010 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി തന്നെ പറയാം. ഒരു റിവേഴ്സ് ക്യാമറ ഒക്കെ അവിടെ ഒരു ഡിസ്പ്ലേ അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ ഒരു സോണിയുടെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അതും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. 2010 മോഡൽ വരുന്ന ഈ ഒരു വാഹനം. എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൽ നിന്ന് തട്ടോ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് 2010 മോഡൽ സ്വിഫ്റ്റ് LXi വേരിയൻ്റ്. ഈ വാഹനം വെറും ലോ കിലോമീറ്റർ 49,000 കിലോമീറ്റർ, ഇത്രയും വർഷം കൊണ്ട് വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനം. ഈ വാഹനം നെറ്റ് പ്രൈസോട് നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,10,000 രൂപക്ക്. ഒരു 1,75 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം 8 to 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. 2,10 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനമാണ് മാരുതി സുസുക്കി ആൾട്ടോ എന്നുള്ള വാഹനം. ആൾട്ടോ റീസെൻ്റ്ലി 2023 ശേഷം ആൾട്ടോ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കമ്പനി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരിക്കലും ഇപ്പോൾ സാധ്യമല്ല. അപ്പോൾ ആൾട്ടോയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് 2023 രജിസ്ട്രേഷനിൽ വരുന്ന ആൾട്ടോ VXi വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 12,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. KL5 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VXi ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ LXi VXi എന്നുള്ള 2 വേരിയൻസ് മാത്രമാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത്. VXi ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, സെൻട്രൽ ലോക്ക്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. LXi നിന്ന് VXi എന്താണ് വ്യത്യസ്തമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ ബാഗിൻ്റെ എണ്ണം കൂടും. പിന്നെ അതേപോലെ തന്നെ സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് അഡീഷണൽ വരുന്നുള്ളതാണ് LXiയും VXiയും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം വാഹനം ഇറങ്ങുന്ന സമയത്ത് തന്നെ LXiയും VXiയും തമ്മിൽ ഒരു 50,000 രൂപയോളം ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്നുണ്ട്. മറ്റ് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. പുതിയ വാഹനങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരു ആൾട്ടോ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. സീറ്റ് കവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ബേസിക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കമ്പനീനെ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് ചെയ്തിട്ടില്ല. ആ ഒരു പുതിയ വാഹനത്തിൻ്റെ സ്മെല്ല് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നത്. ഡുവൽ എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു സീറ്റ് കവർ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി ചെയ്യാം. കമ്പനി കവറാണ് നിലവിലുള്ളത്. ടയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 30,000 കിലോമീറ്റർ വരെ റൺ ചെയ്യാനുള്ള ടയേഴ്സ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. നിലവിൽ 12,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം റൺ ആയിട്ടുള്ളത്. ബോണ്ടമിൻ്റെ ഇവിടെ ചെറിയൊരു മച്ചിങ്ങ വീണൊരു പാടുന്നുണ്ട്. കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാടാണത്. പിന്നെ അതേപോലെ തന്നെ അപ്പുറം ഭാഗം നോക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. എവിടെയും ഒരു പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതുപുത്തൻ പോലെ നിൽക്കുന്ന ഒരു ചളിയുടെ അംശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത 2023 ഇറങ്ങിയ വാഹനമായത്. ജസ്റ്റ് 1 ഇയർ ആയ വാഹനമാണ്. 1 ഇയർ ക്രോസ് ചെയ്തു. 9/1/23 വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പക്ക പെർഫെക്റ്റ് കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഈ ഒരു ആൾട്ടോ 800 VXi എന്നുള്ള വേരിയൻ്റ് വാഹനം. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങിയ സമയത്ത് 475 റേഞ്ചിലെങ്ങാണ്ട് പ്രൈസ് ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. പിന്നെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,95,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 4,15 ആസ്കിങ് വരുന്നത് 3,95 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഒരു 3,50 വരെ ഇതിനകത്ത്, അല്ലെങ്കിൽ 3,25 to 50 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2023 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 7 to 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ആവശ്യക്കാരുള്ളൊരു വാഹനമാണ് വെർണ. മുമ്പൊന്നും ഇത്ര ആവശ്യക്കാർ വെർണക്കില്ലായിരുന്നു. പക്ഷേ ഈ ഇടയിൽ വെർണക്ക് ഒട്ടനവധി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന വാഹനങ്ങളെല്ലാം പെട്ടെന്ന് സെയിലായതുകൊണ്ട് നമ്മളത് 11, 12, 13, 14 എല്ലാ മോഡൽസും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു 16 മോഡലാണ് ഈ വാഹനം വരുന്നത്. പെട്രോൾ എഞ്ചിൻ വരുന്ന 1.4 ലിറ്ററിൽ വരുന്ന വാഹനമാണ്. 1.4 പലരും ഇല്ല എന്നുള്ളൊരു വാഹനം ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ട്. 1.6ഉം 1.4ഉം വെർണ അതേപോലെ തന്നെ കറക്റ്റ് വാഹനങ്ങൾക്കൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് 1.4 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ഓടിയുള്ള KL9 പാലക്കാട് രജിസ്ട്രേഷനിൽ വരുന്ന S വേരിയൻ്റ് വാഹനം. S എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വാഹനം. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം അത് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു LCD ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പെയിൻറ്റിങ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം നല്ലൊരു യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന 1.4 ലിറ്റർ ആയതുകൊണ്ട് 1.6 കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് മൈലേജും കൂടുതൽ കിട്ടുന്നൊരു വാഹനം കൂടിയാണ് വെർണ ഈ S
വേണ്ടിയിരുന്നു ഈ വാഹനം. പിന്നെ അതേപോലെ തന്നെ ടയറൊക്കെ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സും കിടക്കുന്നുണ്ട്. 60-70 മുകളിലും ടയർ കിടക്കുന്നു. ഗുഡിയറിൻ്റെ 4 ടയേഴ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പരിക്കോ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ അല്ലെങ്കിൽ അപ്രോൺ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. വാഹനം എടുത്തിട്ട് എഞ്ചിൻ റൂം കഴുകിയിട്ടില്ല എന്ന് മാത്രമേ പോരായ്മയുള്ളത്. ആ ഒരു പിന്നെ പൊടിയും ചളിയും പിടിച്ചൊരു ഭാഗങ്ങൾ നമുക്ക് ആ അപ്രോണിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഫ്ലഡിലുള്ള പെട്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഫ്ലഡ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന വാഹനം തന്നെയാണ്. എഞ്ചിൻ റൂം വാഷ് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. വാഹനം ഇറങ്ങിയിട്ട് ഇതുവരെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ മാത്രമാണുള്ളത്. വേറെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്കയാണ്. വേറെ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കോ ഒന്നും ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. 2016 മോഡൽ വെർണ എസ് വരുന്ന പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,98,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 4,25, 4,30 റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2016 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 11 രൂപ അല്ലെങ്കിൽ 10-10,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം മറ്റൊരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനം കൂടിയാണ്. ടാറ്റയുടെ ഹാച്ച്ബാക്ക് വാഹനം ടാറ്റ ടിയാഗോ 2019 മോഡൽ എക്സിറ്റ് വരുന്ന വാഹനം. ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെട്രോൾ എഞ്ചിനിൽ 50-something കിലോമീറ്റർ ഓടിയിട്ടില്ല. 39 തൃപ്പൂണിത്തറ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പ്ലസ് എന്നുള്ള വേരിയൻറ്റ് 2019 ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. പക്ഷേ എക്സിറ്റിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ബൈക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 40-50% ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ബോഡി ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റ് വർക്ക്, ബമ്പറിലൊക്കെ ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ട്. ചെറിയ സ്ക്രാച്ചുകളുണ്ട് ബമ്പറിനകത്ത്, ചെറിയ സ്ക്രാച്ച്. പിന്നെ ടൈൽ ലാമ്പ് ഒന്ന് പിന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പിന്നെ ചെറിയ ഒരു വൃത്തികമ്മിയായത് ആ ടൈൽ ലാമ്പ് അങ്ങനെ ചെയ്തുകൊണ്ടുള്ളൊരു വൃത്തികമ്മിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്കിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു റെഡ് തീം ഡാഷ്ബോർഡിനകത്തൊക്കെ കമ്പനീനെ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഈ ഒരു വേരിയൻറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. സ്റ്റാരിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഈ ഒരു എക്സിറ്റ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനീനെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് എക്സിറ്റ് എന്നുള്ള ടാറ്റയുടെ ടിയാഗോ എന്നുള്ള വാഹനത്തിൽ വരുന്ന ഈ വേരിയൻറ്റ്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് ഇല്ല. പിന്നെ ABS ഒക്കെ ഇതിനകത്ത് തന്നെ ഓൾറെഡി കമ്പനി ഇൻബിൽഡ് വരുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 16-17 റേഞ്ചിൽ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് 19 മോഡൽ എക്സിറ്റ് വേണ്ടിയിരുന്ന ടാറ്റ ടിയാഗോ. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,25,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 4-4.25 വരെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 2019 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. മഹീന്ദ്ര ന്യൂവോ സ്പോർട്ട് 2016 മോഡൽ N8 എന്നുള്ള വേണ്ടിയിരുന്ന AMT ഗിയർ ബോക്സിൽ ഡീസൽ എഞ്ചിനിലിരുന്ന വാഹനം. KL 24 കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 85 കിലോമീറ്ററാണ് വാഹനം ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്. N8 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു നല്ലൊരു ഹൈറ്റുള്ള വാഹനം. എൻ്റെ ഒരു അരയുടെ മുകളിനകത്തോളം ഹൈറ്റ് ഈ വാഹനത്തിനകത്ത് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ്. നമ്മുടെ TV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TV-നേക്കാളും നല്ല ഹൈറ്റ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവിംഗ് കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് മറ്റുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. 7 സീറ്റ് വാഹനമാണ്. ബാക്കിൽ 2 സീറ്റ് കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ശരിക്കും ഒരു ബൊലേറോയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്. ബൊലേറോ, TUV, പിന്നെ ന്യൂവോ സ്പോർട്ട് ഇതൊക്കെ ഏകദേശം ഒരേ റേഞ്ചാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട N8 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കമ്പനീനെ കൊടുത്തിട്ടുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി മ്യൂസിക് സിസ്റ്റം മാറ്റിയതിന് ശേഷം ഇതിനകത്ത് ഡിസ്പ്ലേ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനീനെ കൊടുത്തിട്ടുണ്ട്. AMT ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ TUV-ക്കകത്ത് കാണിച്ചിരുന്ന അതേ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ടൈപ്പാണ് ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തുകൊണ്ട് വേറെ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊരു ഡ്രൈവിംഗ് തന്നെ നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് ആ ഫ്രണ്ടിലൊരു പിന്നെ ബോണറ്റൊക്കെ അറ്റം വരെ നമുക്ക് ഈസി ആയിട്ട് കണ്ടിട്ട് ആ ഒരു ഹൈറ്റിൽ നിന്നൊരു ബസ്സൊക്കെ ഓടിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു വാഹനമാണ് ന്യൂവോ സ്പോർട്ട് എന്നുള്ള ഒരു വാഹനം. എൻജിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. ടയേഴ്സ് ഓൾമോസ്റ്റ് 60-70% ടയേഴ്സും കിടക്കുന്നുണ്ട് ഈ വാഹനത്തിനകത്ത്. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല.
ആ പഴയ രീതിയിലുള്ള ആ ഒരു പഴക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രോസ് ബമ്പർ കാര്യങ്ങളെല്ലാം ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബോണ്ടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പിന്നെ കളറിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പിന്നെ ബാറ്ററി 2023 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്, വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയും കൂടിയാണ് ഇതിനകത്തുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ന്യൂ സ്പോർട്ട് 2016 മോഡൽ N8 വേരിയൻ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ ഈ വാഹനം. ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 4,10,000 രൂപയ്ക്ക്. ഏകദേശം ഒരു 3.5 റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ്, ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 60 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 8 to 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ഹോണ്ട ജാസ് V ഓപ്ഷനിൽ വരുന്ന വാഹനം 2017 മോഡൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. CVT ആയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിൽ എടുത്ത് പറയുന്നതാണ്. ഒരു പെർഫോമൻസ് കുറവോ അല്ലെങ്കിൽ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കും. നമുക്ക് യാത്ര ഡ്രൈവിംഗ് അത്രയും കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് CVT ഗിയർ ബോക്സിൽ വരുന്ന ഈ വാഹനം. V എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിനെ ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റാരിംഗ് കൺട്രോൾസ്, പിന്നെ ഡുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, ബാക്കിലേക്ക് വരണമെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വാഹനമാണ് V എന്നുള്ള ഒരു വേരിയൻറ്റ്, ജാസ് V എന്നുള്ള വേരിയൻറ്റ്. ഈ വാഹനം iVTEC എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലേക്ക് പുറകിലേക്ക് ഇറങ്ങുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഡാമേജോ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു ലെതർ സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഇൻബിൽഡ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും ഇതിനകത്ത് V എന്നുള്ള വേരിയൻറ്റിനകത്ത് വരുന്നില്ല. പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വെക്കാനുള്ളൊരു ഹോളൊക്കെ ഇവിടെ പിന്നെ ഓൾറെഡി ഡമ്മിയൊക്കെ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ പാഡൽ ഷിഫ്റ്റിംഗ് എടുത്ത് പറയേണ്ടത് പാഡൽ ഷിഫ്റ്റിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വേരിയൻ്റാണ് ജാസ് V എന്നുള്ള ഈ ഒരു വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സിൽ വരുന്ന 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 75-80% 4 ടയേഴ്സും വരുന്നുണ്ട്. മൈലേജ് ഭാഗം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 to 15 റേഞ്ചിൽ നമുക്കൊരു ആവറേജ് മൈലേജ് കണക്കാക്കാൻ പറ്റും. എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ABS ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പുറം ഭാഗങ്ങൾക്കോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബാറ്ററി 2023 അമറോണ്ട ബാറ്ററിയാണ് ഇതിനകത്ത് വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയും കൂടിയാണിത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,60,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2017 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം റിനോൾട്ടിൻ്റെ മറ്റൊരു ഓട്ടോമാറ്റിക് വാഹനം റിനോൾട്ട് കിഡ് 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 41 എറണാകുളം ആലുവ രജിസ്ട്രേഷനിൽ വരുന്ന AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ 1 ലിറ്റർ വരുന്ന വാഹനം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കിട്ടിയ എല്ലാ വാഹനങ്ങളും 1 ലിറ്റർ വാഹനമാണ്. പക്ഷേ ഈ വാഹനം RXT ഓപ്ഷനിൽ എന്നുള്ള വേരിയൻ്റ് കൂടി തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, 2 ഡോർ പവർ വിൻഡോ, AC പവർ ചാർജിങ്, കമ്പനി ഇൻബിൽഡ് നാവിഗേഷൻ അടങ്ങിയ ഡിസ്പ്ലേ, പിന്നെ സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ സിംഗിൾ എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനം. പിന്നെ ലോ കിലോമീറ്റർ 36,000 കിലോമീറ്റർ 2017 വാഹനമായിട്ട് പോലും വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയൊരു ഡോർ റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം. ടൈൽ ലാമ്പിനകത്ത് ഒരു ക്രോം ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ഇതിനകത്ത് ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ബോഡിക്കകത്തുനിന്ന് പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ ഡെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത AMT ഗിയർ ബോക്സിലിരുന്ന ഈ വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് കവറിൻ്റെ കുറവുണ്ട്. കമ്പനി കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാവിഗേഷൻ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഡിസ്പ്ലേ കമ്പനി ഇതിനകത്ത് RXT എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ഗിയർ ലിവറിൻ്റെ നോബ് വരുന്നത് ഡാഷ്ബോർഡിനകത്താണ്. സാധാരണ വാഹനങ്ങളിലെല്ലാം ലിവർ താഴെ ഭാഗത്താണ് സാധാരണ വരാറ്. പക്ഷേ കിഡിന് വാഹനങ്ങൾക്ക് 2019 വരെ ഡാഷ്ബോർഡിനകത്താണ് നോബ് വരുന്നത്. 2020 ശേഷം നോബ് താഴേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് ഗിയർ ലിവറിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു നോബ് വരുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഈ നോബ് അധികം കണ്ടു പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത്. ഗിയർ ലിവറിൻ്റെ നോബാണത്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കമ്പനി കവറാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി ചെയ്യാന്നുള്ളൊരു കുറവ് മാത്രമാണ് വാഹനത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം, ഓട്ടോമാറ്റിക് വാഹനമാണിത്. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്രോസ് ബമ്പറിലെ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഫ്രണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും പൊട്ടി കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറൊക്കെ അതേ പക്ക അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും
പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. വേറെ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് ഇത് റീപേസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് റീപേസ്റ്റിംഗ് വന്നിട്ടുള്ള ബോണറ്റാണ്. പക്ഷേ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഫ്രണ്ട് തട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2017 മോഡൽ കിഡ് ഓട്ടോമാറ്റിക് വാഹനം. ഈ വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,95,000 രൂപക്ക്. 2,75 വരെ ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ മറ്റൊരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന ലോ ബഡ്ജറ്റിൽ വരുന്നൊരു വാഹനം. 2017 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ EMI 6 രൂപ 6,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത 2 ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനം, അതും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ 2 ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ. ഒരെണ്ണം 2018 മോഡൽ ഡാറ്റ്സൺ ഗോ എ എന്നുള്ള പേരിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 40-something കിലോമീറ്റർ ഓടിയിട്ടിലേക്ക് 41 ആലുവ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ആലുവ രജിസ്ട്രേഷനിലെ വാഹനം കുറച്ച് കൂടുതലാണ്. ആലുവ രജിസ്ട്രേഷൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കാണുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, ഫ്ലഡ് നന്നായിട്ട് ചെക്ക് ചെയ്തെടുക്കണം. ആലുവയിൽ നിന്നല്ലാതെ ആലുവ രജിസ്ട്രേഷൻ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ വാഹനങ്ങൾ ഫ്ലഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ 2018 നന്നായിട്ട് ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ അന്ന് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്നായിരിക്കും അടുത്ത് നിങ്ങൾ സെക്കൻഡ്ലി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ വാഹനങ്ങളെല്ലാം ഇതൊക്കെ ഒരുവിധം 2 വാഹനങ്ങളുണ്ടായത്, രണ്ടും ആലുവയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഓണർ ഇടുന്ന് പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ഇനിയിപ്പോൾ ആണെങ്കിൽ ഓണർ ഇടുന്നാണെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ 41-42 വാഹനങ്ങൾ എടുക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു എക്സ്ചേഞ്ചിൽ ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെ ഓർമ്മ, 42 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 41-42 നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 42 വാഹനം ഇവിടെ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി ഫ്ലഡ് ആയിരുന്നു. പക്ഷേ അതിന്റെ ഓണർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാഹനം ഫ്ലഡ് ആണെന്നുള്ളത്. കാരണം വേറെ ഉപയോഗിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാഹനം 2018 മോഡൽ ഡാറ്റ്സൺ ഗോ എ എന്നുള്ള വേരിയന്റ് വാഹനം 40-something കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എ എന്നുള്ള വേരിയന്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. പവറിൻ്റെ പിന്നെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി കാര്യങ്ങളെല്ലാം നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മൈക്രയുടെ ഒക്കെ സെയിം എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭാഗത്ത് സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം കുറവുണ്ട്. പക്ഷേ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 15 റേഞ്ചിൽ 15-16 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഡാറ്റ്സൺ ഗോ എ വേരിയന്റ് 2018 മോഡൽ. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,30,000 രൂപ. ഒരു 2 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസത്തവണയിൽ വരും. 5,200, 5,500 റേഞ്ചിലാണ് ഇതിന്റെ EMI വരുന്നത്. മറ്റൊരു വാഹനം 2016 മോഡൽ റിനോൾട്ടിന്റെ കിഡ് RXT ഓപ്ഷനിൽ വരുന്ന വാഹനം. RXT ഓപ്ഷൻ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വെറും 27,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL13 കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. RXT എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് ഇതിനകത്തും കമ്പനി കൊടുത്തിട്ടുണ്ട്. 27,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളൊരു വാഹനം കൂടിയാണ്. 2016 അപേക്ഷിച്ച ശേഷം 8 വർഷത്തിൽ വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള, അതും സിംഗിൾ ഓണർഷിപ്പിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 75-80% 4 ടയേഴ്സും വരുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ടൈൽ ലാമ്പിനകത്തൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ്, അതേപോലെ തന്നെ ഡിക്കിക്കകത്ത് ഒരു ക്രോം ഫിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ ആക്സറീസ് കുറച്ചധികം ചെയ്തിട്ടുണ്ട്. വാഹനം നല്ലൊരു ലുക്കിലേക്ക് വാഹനം ബേക്കറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റെയിൻ ഗാർഡിനകത്തൊരു ഒരു ക്രോം ഫിറ്റിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിലിനകത്ത് ക്രോം ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വാഹനം നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് അവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ടയേഴ്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 800 cc വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു 18-20 റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ റൂം ഒന്നും കാണിക്കുന്നില്ല, കാരണം അത് വേറെ പരിക്ക് കാര്യങ്ങളൊന്നും 27,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കാണിക്കാതിരിക്കല്ല. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,55,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 2,25 നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ മറ്റൊരു ലോ ബഡ്ജറ്റ് വാഹനം. 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം 5,506 രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു SUV സെഗ്മെന്റ് വാഹനമാണ്. ഹോണ്ട WRV 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VX വേരിയന്റ് വാഹനം. VX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം, സൺറൂഫ് അടക്കം വരുന്ന വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വാഹനം. രാവിലെ 8:30 മണിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയ വൈകുന്നേരം അപ്പോൾ ആകെ ടയർഡ്, അത്രയും നല്ല ചൂടാണ്, ടയർഡായി ക്ഷീണിച്ചു പോയി. 17 മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ വന്നിട്ടുള്ളത്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ 4 ഡോർ പവറിന്റെ ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റാരിംഗ് കൺട്രോൾസ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഓൾമോസ്റ്റ് 60-70% ടയേഴ്സും വരുന്നുണ്ട്. ബാക്കറൊക്കെ നോക്കുകയാണെങ്കിൽ ക്രോം ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ബമ്പറിന് സ്കേർട്ടിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ലുക്കിൽ നിൽക്കുന്ന ഒരു വാഹനം. റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വേരിയന്റാണ് VX എന്നുള്ള പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. IVTEC എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 15 റേഞ്ചിൽ നമുക്ക് ഒരു ആവറേജ് മൈലേജ് കണക്കാക്കാവുന്ന ഒരു വാഹനം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വേരിയന്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറിന്റെ ഒരു കുറവുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, ഡുവൽ എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വാഹനം. എടുത്തു പറയേണ്ട എസ്പെഷ്യലി സൺറൂഫ് VX എന്നുള്ള വേരിയന്റിനകത്ത് സൺറൂഫ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എൻജിൻ സൈഡ് ജസ്റ്റ് കാണിച്ചു തരാം. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണെങ്കിലും കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, അപ്രോൺ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും IVTEC എഞ്ചിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് 2017 മോഡൽ വരുന്ന WRV VX വരുന്ന വാഹനം. ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം നെറ്റ് പ്രൈസോടുകൂടി 6,60,000 രൂപ. ഇവിടെ എല്ലാ വാഹനങ്ങളും നമ്മൾ വീഡിയോയിൽ നെറ്റ് പ്രൈസ് ആണ് പറയുന്നത്. പലരും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇവിടെ വന്നിട്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, വീഡിയോയിൽ ഇത്രയല്ല പറഞ്ഞു, അപ്പോൾ ഇനിയും ഒരുപാട് കുറയാനുണ്ടാവുമല്ലോ എന്നുള്ളത്. ഓൾറെഡി ഇവിടെ കിടക്കുന്ന എല്ലാ പ്രൈസിനേക്കാളും മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ്, നെറ്റ് പ്രൈസിലാണ് ഇവിടെ എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് പറയുന്നത്. നമ്മുടെ വീഡിയോക്കകത്ത് പ്രൈസ് പറയുന്നത് എല്ലാ വാഹനങ്ങൾക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവും എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് ഓൾറെഡി പിന്നെ ഇട്ടിട്ടുണ്ടാവും. സാധാരണ ഇതിൽ ഷോറൂമുകളിലൊന്നും പ്രൈസ് ഇടാറില്ല. കാരണം ചില എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന വാഹനങ്ങൾക്ക് ചിലപ്പോൾ ആ നിമിഷം തന്നെ ചിലപ്പോൾ പ്രൈസ് കൂടുകയും കുറക്കൊക്കെ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രൈസ് പലരും പിന്നെ വാഹനത്തിനകത്ത് പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ എല്ലാ വാഹനത്തിനകത്തും നിങ്ങൾക്ക് പ്രൈസ് കാണാം. ആൾക്കനുസരിച്ച് പ്രൈസ് കൂടുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനകത്ത് അല്ലെങ്കിൽ ഡീലിങ്ങിനനുസരിച്ച് പ്രൈസ് മാറ്റം വരുന്ന ഒരു സിറ്റുവേഷൻ പരിപാടിയൊന്നും ഇവിടെ അല്ല. ഓൾറെഡി എല്ലാ പ്രൈസ് കാര്യങ്ങളും എല്ലായിടത്തും നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ നെറ്റ് പ്രൈസ് പറയാൻ കാര്യം വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് എല്ലാ മാസങ്ങളും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാൻ സൗകര്യമില്ലാത്തവരായിരിക്കും. മേ ബി ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ അറിയാത്തവരായിരിക്കാം. അപ്പോൾ പല ടൈപ്പ് കസ്റ്റമേഴ്സാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക്, അവസരമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് കുറച്ച്, നമുക്ക് കിട്ടേണ്ട പ്രൈസ് മാത്രം നമ്മൾ നെറ്റായിട്ട് പറയുന്നുള്ളൂ. ഇവിടെ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഫൈനൽ പ്രൈസ് ആയിട്ടാണ് നമ്മൾ ഈ പിന്നെ ആ പ്രൈസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ 6,60,000 ഇതിന്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2017 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിന്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 13 സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ EMI വരും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12ഓളം വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വാഹനങ്ങൾ, ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. 2007 സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട് 1,40,000 രൂപക്ക്. പിന്നെ അതേപോലെ തന്നെ ഡാറ്റ്സന്റെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ അക്സെന്റ്, ഹ്യൂണ്ടായിന്റെ അക്സെന്റ് കിടക്കുന്നുണ്ട്, ഫിഗോ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ, ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. അൾട്ടോ കിടക്കുന്നുണ്ട്. നല്ലൊരു അലോയ്സ് ഒക്കെ ഉള്ളൊരു പഴയ മോഡൽ CRD എഞ്ചിൻ, ഡീസൽ എഞ്ചിൽ വരുന്ന അക്സെന്റ് ആണിത്. 2005 മോഡൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 85,000 രൂപക്ക്. നല്ലൊരു കിഡിലും അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉള്ള വാഹനം. ഒരു അൾട്ടോ അടക്കുന്നുണ്ട് 1 ലക്ഷം രൂപയ്ക്ക്. 2007 പുതിയ പേപ്പറൊക്കെ ഉള്ള LXI AC പവർ സ്റ്റാരിംഗ് എല്ലാം വർക്കിംഗ് ഉള്ള വാഹനം 1 ലക്ഷം രൂപക്ക്. അങ്ങനെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ പോയി കഴിഞ്ഞാൽ, കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ ഇത് വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ 10-12ഓളം വാഹനങ്ങൾ നമ്മൾ കാണിച്ചു. അതിനകത്ത് ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം കാണിച്ചു. പിന്നെ ഞാനൊരു തുടക്കത്തിൽ ഒരു അപ്ഡേഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രൂ ചോയ്സ് എന്നുള്ള പേരിനകത്ത് ചെറിയൊരു ബ്രാൻഡിങ്ങോടനുബന്ധിച്ച് നമ്മുടെ പേരിനകത്ത് പുതിയൊരു പേര് കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് നിങ്ങൾ അറിയിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ആപ്പിന്റെ കാര്യം എന്തായിരുന്നുള്ളത്. ആപ്പ് ഡിലേ ആവാൻ കാര്യം എന്താ വെച്ചാൽ, ആപ്പ് ഓൾമോസ്റ്റ് 99 റെഡിയാണ്. പക്ഷേ നമ്മുടെ അടുത്ത് കിടക്കുന്ന 200 ചില്ലാനും വാഹനങ്ങളുടെ ഡാറ്റ, അതായത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വാഹനങ്ങൾ എടുത്ത് ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ടാണ് അതിൻ്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഇതിനകത്തേക്ക് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എല്ലാം അടിച്ച് നമ്മൾ മാനുവലി ഇതിനകത്തേക്ക് സിസ്റ്റത്തിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്ന കാരണം 230ഓളം വാഹനങ്ങൾ ഇപ്പോൾ നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ട്. ഈ 230 വാഹനങ്ങളുടെയും ഡാറ്റ എൻട്രി ചെയ്യുന്നൊരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 1 മന്തായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതിനിടയിൽ ഇപ്പോൾ 230 പുറത്തേക്ക് ഡെയിലി പുതിയ വാഹനങ്ങൾ വരുന്നു പോകുന്നു. അങ്ങനെ പുതിയ വാഹനങ്ങളൊക്കെ വരുന്ന ഡെയിലി വൈസ് സ്റ്റോക്ക് കയറുന്നുണ്ട്. അതും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിലേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പ് ഓൾമോസ്റ്റ് 99% നമ്മുടെ വർക്ക് റെഡിയാണ്. അപ്പോൾ ഒരു ഏകദേശം അടുത്ത മാസം ഒരു 10-ാം തീയതി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാം വെക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. അതോടനുബന്ധിച്ച് നമ്മുടെ ബ്രാൻഡിങ്, നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം നമുക്ക് അതോടുകൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും ബൈ.